NCV സ്പെഷ്യൽ. NCV സ്പെഷ്യൽ പാലൂരിൽ സൂര്യകാന്തികൾ മിഴി തുറന്നു. NCV ലേഖകർ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. പാലൂരിൽ വിളഞ്ഞു കിടക്കുന്ന ഈ സൂര്യകാന്തി തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ആർക്കും നാം എവിടെയാണെന്ന സംശയം ഉദിക്കും. കാരണം കേരളത്തിൽ അധികം ആരും ഇതുവരെ സൂര്യകാന്തി കൃഷി പരീക്ഷിക്കാൻ ധൈര്യം കാട്ടിയിട്ടില്ലല്ലോ. പുലാമന്തോൾ തിരുനാരായണപുരം സ്വദേശിയും കർഷക അവാർഡ് ജേതാവുമായ ചോലപ്പറമ്പത്ത് ശശിധരനാണ് ഒരേക്കറിൽ ഈ ദൃശ്യവിസ്മയം വിളയിച്ചിരിക്കുന്നത്. 2 വർഷം മുമ്പ് പരീക്ഷിച്ച് പരാജയപ്പെട്ട സൂര്യകാന്തി കൃഷി വീണ്ടും നടത്തി വിജയിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. ഹൈദരാബാദിൽ നിന്നാണ് ശശിധരൻ സൂര്യകാന്തി വിത്തുകൾ സംഘടിപ്പിച്ചത്. ഒരേക്കറിനുള്ള വിത്തിന് 10,000 രൂപയോളം വില വന്നു. നട്ട് 90 പൊക്കം വിളവെടുക്കാൻ സാധിക്കുന്ന സൂര്യകാന്തി 60 ദിവസത്തിനകം പൂവിട്ട് തുടങ്ങും. രാസവളം ചേർത്തും ജൈവ രീതിയിലും ഒരു വളവും ചേർക്കാതെയുമായി താൻ ഇനിയും പരീക്ഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു ഈ കർഷകൻ. എൻ്റെ ഒരു ശശിധരൻ. ഞാൻ കേരളത്തിൽ നമ്മൾ ഇപ്പോൾ ഈ ഭാഗത്ത് മലപ്പുറം ജില്ലയിൽ ഈ സൂര്യകാന്തി കൃഷി എങ്ങനെ ചെയ്യാം, അത് ചെയ്യാൻ പറ്റുമോ, അതിൽ എന്തെങ്കിലും ലാഭം ഉണ്ടാവുമോ, അതല്ലെങ്കിൽ വളർച്ച കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ ചെറിയൊരു റിസർച്ചും കൂടെ ഇതിനകത്താണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഞാനിതിൽ ചെയ്തിട്ടുള്ളത് ജൈവ രീതിയിൽ, അതായത് ഈ ഇതിൻ്റെ ഇലയിൽ കൂടെ ഞാൻ ഇതിന് മുഴുവനും ഇത് കൊടുത്തിട്ടുള്ളത്. ഇതിന് ന്യൂട്രിനായിട്ട് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് രാസ വളം വെച്ചിട്ടുള്ള ഒരു കൃഷി അവിടെ ചെയ്തിട്ടുണ്ട്. തീരെ ഒന്നും ചെയ്യാത്ത ഒരു തരത്തിലുള്ള രീതിയിൽ അവിടെ ചെയ്തിട്ടുണ്ട്. ഇതിന് ഞാൻ ജൈവ രീതിയിലുള്ള ഇതാണ് ഇതിൽ ഉപയോഗിച്ചത്. അപ്പോൾ ഇതിൻ്റെ വിളവ് ഒന്ന് പരിശോധിക്കണം. അപ്പോൾ എങ്ങനെ വരും, എന്തുണ്ട്, അതുപോലെ തന്നെ ലേശ ഹൈറ്റിൽ നിന്നാൽ എങ്ങനെയായിരിക്കും അതവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെയാണ് അവിടെ കുറച്ച് താഴ്ത്തി വെച്ചാൽ മണ്ണിൽ എങ്ങനെ ഉണ്ടാവും. പിന്നെ അകലം ഒരു 2 അടി അകലത്തിൽ ഉള്ളതുണ്ട്, 4 അടി അകലത്തിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് കുറച്ച് മുമ്പിലേക്ക് വരിക, അത് എങ്ങനെയാണ് ഇതിൽ വിളവ് കൂട്ടുക എന്നുള്ള ഒരു റിസർച്ചും കൂടി ഇതിനകത്ത് നടക്കുന്നുണ്ട്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ്ങിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഉള്ളൂ എന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. പിന്നെ അതേപോലെ തന്നെ കൃഷി ചെയ്യുമ്പോൾ ഒരു നവംബർ അവസാനത്തോടു കൂടി മാത്രമേ നമുക്ക് കൃഷി ചെയ്യാൻ പാടുള്ളൂ. മഴ ഒഴിവാക്കിയിട്ട് ചെയ്യുമ്പോൾ അത് നന്നാവും എന്നുള്ളതാണ്, അങ്ങനെ നല്ലൊരു വിളവ് കിട്ടും എന്നുള്ളതാണ് ഇത്. പിന്നെ അതേപോലെ തന്നെ ഈ പൂക്കളിൽ ഇതുപോലെ നമ്മളിപ്പം രാസ കീടനാശിനി അല്ല ഏത് കീടനാശിനി ഇതിനകത്ത് തെളിക്കാൻ പാടില്ല. കാരണം ഇതിനകത്ത് പൂമ്പാറ്റ അല്ല ഇതുണ്ടല്ലോ തേനീച്ച ഇതിനകത്ത് കയറണം. അപ്പോഴേ ഇതിൽ പരാഗണം നടക്കുള്ളൂ. നേരെ മറിച്ച് അപ്പോൾ ആ നേരത്തെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള കീടനാശിനിയോ ജൈവ കീടനാശിനിയൊക്കെ തെളിച്ച് കഴിഞ്ഞാൽ പിന്നെ തേനീച്ച വരുന്നു. അങ്ങനെ ഒരു ഇവിടെ അതിനകത്ത്. പിന്നെ ചില ഭാഗത്ത് ചില ഏരിയയിലൊക്കെ ചില പൂക്കളൊക്കെ വലിയ ഇത് കാണും. അത് അതിൻ്റെ അടിയിൽ ഞാൻ മുൻകൂട്ടിയിട്ട് ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതും കൂടി നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു സ്കെച്ച് ഉണ്ട്. ആ സ്കെച്ചിൽ നോക്കുമ്പോൾ അതിൻ്റെ വളരെ വ്യക്തമായിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും.